സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉപദേശിക്കുക എന്നതും ഉപദേശം സ്വീകരിക്കുക എന്നതും സത്യവിശ്വാസികളുടെ സ്വഭാവമാണ്. ഇന്നിപ്പോൾ ഉപദേശങ്ങൾക്ക് വലിയ പ്രസക്തിയില്ലാതായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അത് നമ്മൾ തന്നെ അനുഭവപ്പെടുന്നവരുമാണ്. ആരോടെങ്കിലും എന്തെങ്കിലും ഉപദേശവുമായി നാം ചെന്നാൽ ഒരു നിസ്സാരമായ ഭാവത്തിൽ അതിനെ അവഗണിക്കുന്ന തരത്തിലാണ് പലപ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്നത്. ഉപദേശങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒരു കാലഘട്ടം. അതായത് എല്ലാം ഞാൻ തന്നെ നോക്കിക്കൊള്ളാം, എന്നെ ആരും ഉപദേശിക്കേണ്ടതില്ല, എന്നെ ഉപദേശിക്കാൻ നീ ആയിട്ടുണ്ടോ, നീ വളർന്നിട്ടുണ്ടോ, അത്തരത്തിലുള്ള ഒരു മനോഭാവം ഒക്കെയാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾക്കിടയിൽ കണ്ടുവരും. ഇപ്പൊ വീട്ടിൽ ആണെങ്കിൽ നമ്മുടെ മക്കളോടൊന്നൊക്കെ ഉപദേശിക്കാൻ ചെന്നാൽ അത് 1, 2, 3 പ്രാവശ്യം ഒക്കെ ആകുമ്പോഴേക്കും അവര് അപ്പോഴേ ഇങ്ങോട്ട് തന്നെ പറയും, ഉപദേശിക്കാനാണെങ്കിൽ വേണ്ട, നിർത്തിയേക്കാൻ പറയും. ആ ഒരു അവസ്ഥയിലാണുള്ളത്. ഉപദേശിക്കാനാണെങ്കിൽ തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പ മകനെ വിളിച്ചെന്തെങ്കിലും ഗുണദോഷിച്ചാൽ പറഞ്ഞാൽ, മോനെ അങ്ങനെ ചെയ്യരുത്, മോനെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ ഉടനെ അത് പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്കിടയിലുള്ളൊരു സംസാരം അത് തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിലാണ്. വാപ്പമാർക്ക് മക്കളെ കുറിച്ച് വലിയ പിന്നെ ആധിയും ഉണ്ട്, അതേപോലെ തന്നെ വലിയ പ്രതീക്ഷകളുമൊക്കെയാണ് മക്കൾ. ഇപ്പോൾ ഒരു പിതാവും മകൻ വഴിതെറ്റിപ്പോകാൻ ആഗ്രഹിക്കുകയില്ല. അവൻ്റെ നല്ല ഭാവിയാണ് ഓരോ മാതാവും പിതാവും ലക്ഷ്യം വെക്കുന്നത്. ഒരിക്കലും ഒരു കുഞ്ഞും വഴിതെറ്റിപ്പോകരുത് എന്നാണ് എല്ലാ തന്തമാരും തള്ളമാരും എല്ലാവരും ആഗ്രഹിക്കുക. പക്ഷെ ഇന്നത്തെ പുതിയ തലമുറയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊന്നും വേണ്ടതില്ല, അവർക്ക് ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല, ഞങ്ങൾക്ക് എല്ലാം അറിയാം എന്ന ഒരു ഭാവവും മറ്റുമാണ് ഇന്ന് കണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഉപദേശങ്ങളൊക്കെ വാപ്പമാരും ഉമ്മമാരും ഒക്കെ കുറച്ച് കൊണ്ടുവരുന്ന ഒരവസ്ഥയാണുള്ളത്. ഉപദേശിക്കുകയില്ല. ഉപദേശം പിന്നെ ഇതാണല്ലോ അവസ്ഥ. അതുകൊണ്ട് പറയുകയില്ല. പിന്നെ തീരെ നിവർത്തിയില്ലാതെ വന്നാൽ മാത്രം എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിലവിൽ വന്നാൽ അത് നമ്മൾ സൂക്ഷിക്കണം. അത് വലിയ വിധത്തിലുള്ള പരീക്ഷണത്തിലേക്ക് നമ്മൾ പോകും. നമ്മുടെ സമൂഹത്തെ അള്ളാഹു പരീക്ഷിക്കും. അതുകൊണ്ട് ഈ ഉപദേശിക്കുക എന്നത് അത് നിർത്തിവെക്കാൻ പാടുള്ളത്. ഒരിക്കലും നമ്മൾ നിർത്തിവെക്കരുത്. അത് സമയവും സന്ദർഭവും പ്രായവും എല്ലാം നോക്കി നമ്മൾ അതാതിൻ്റെ സമയത്ത്, കൃത്യമായ സമയത്തും സന്ദർഭത്തിലും അത് നിർവഹിക്കാൻ
ഗുണകാംക്ഷയോടുകൂടി നസീഹത്തോടുകൂടി നമ്മൾ ആ കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് ആ മരണ വെപ്രാളത്തിൽ കുത്തേറ്റ് കിടക്കുകയാണ്. അപ്പോൾ തന്നെ കാണാൻ സന്ദർശിക്കാൻ ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. കണ്ടപ്പോൾ ഉടനെ വിളിക്കുകയാണ്. ആ സന്ദർഭത്തിൽ മരണപ്പെട്ട് കിടക്കുന്ന മരണ വക്ത്രത്തിൽ പെട്ട് കിടക്കുന്ന, ഏതു സമയവും മരിച്ചു പോകുന്ന ഒരവസ്ഥയിൽ കിടക്കുന്ന വേളയിൽ പോലും ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുകയാണ്? ആ ചെറുപ്പക്കാരനെ വിളിച്ച് അത് നേരെയാക്കിക്കുകയാണ്. നിന്റെ മുണ്ട് താഴെയാണ് ഉള്ളത്, അത് പൊക്കി ഉടുക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ പോലും ആ ഉത്തരവ്, ആ ബാധ്യത അവർ നിർവഹിക്കുക. അപ്പൊ സഹോദരങ്ങളെ, ഇതൊരിക്കലും നിർത്തി കൊണ്ടുപോകാനോ മാറ്റിവെക്കാനോ പിന്നീടൊരു ദിവസം ആവട്ടെ, അടുത്ത ആഴ്ചയാവട്ടെ എന്ന രീതിയിലേക്ക് നാം ഈ പറയുന്ന ഈ വളരെ പ്രധാനപ്പെട്ട ഈ കാര്യത്തെ മാറ്റിവെക്കാൻ പാടില്ല. ഉപദേശം അതിൻ്റെ സമയത്തും സന്ദർഭത്തിലും നൽകാൻ നമുക്ക് സാധിക്കണം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വദക്കിർ ഫഇന്ന الذിക്റാ തൻഫഉൽ മുഅ്മിനീൻ. വദക്കിർ, നീ ഉപദേശിക്കുക, ഫഇന്ന الذിക്റാ തൻഫഉൽ മുഅ്മിനീൻ, അത് വിശ്വാസികൾക്ക് ഉപകാരപ്പെട്ടേക്കാം. ആ ഉപദേശം അത് വിശ്വാസികളായ ആളുകൾക്ക് ഫലപ്പെട്ടേക്കാം എന്ന് അള്ളാഹു പറയും. ഇപ്പൊ വിശ്വാസികൾക്ക് അതുകൊണ്ട് എന്തുണ്ടാവും? മാറ്റങ്ങളുണ്ടാവും. അവൻ്റെ ദീനിന്റെ വിഷയത്തിൽ, അവൻ്റെ പരലോകത്തിൻ്റെ കാര്യത്തിൽ, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ, അങ്ങനെ ഓരോരോ വിഷയത്തിലും കൃത്യമായി ആരെങ്കിലുമൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചാൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക വിശ്വാസികളുടെ ബാധ്യതകളിൽപ്പെട്ടതാണല്ലോ, അല്ലെ? ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ എന്ന് പറഞ്ഞിട്ട് സലാം ചൊല്ലിയാൽ സലാം അടക്കുക, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, ഉപദേശം തേടിയാൽ ഉപദേശിക്കുക. ഉപദേശം തേടി വന്നാൽ, ഒരാൾ നമ്മളോട് ഉപദേശം തേടി വന്നു എങ്കിൽ അയാളെ ആ കാര്യത്തിൽ ഏതാണോ വിഷയം ആ വിഷയത്തിൽ കൃത്യമായ ഉപദേശം നൽകുക. ഇതൊക്കെ പരസ്പരം ബാധ്യതയിൽപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ ഇത് വിശ്വാസികൾക്ക് അത് എന്ത് ചെയ്യും? ഗുണം ചെയ്യും, വിശ്വാസികൾക്ക് പ്രയോജനപ്പെടും. മറ്റൊരു സ്ഥലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫദക്കിർ ഇൻ നഫഅതി ദിക്റാ സയദ്ദക്കറു മൻ യഖ്ശാ. ഫദക്കിർ, നീ ഉപദേശിക്കുക, ഉത്ബോധിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക. ഇന്ന ഫഅതി ദിക്റ, അവിടെ ഖുർആൻ പറഞ്ഞത് ഇന്ന ഫഅതി ദിക്റ, അത് പ്രയോജനപ്പെടുമെങ്കിൽ. അപ്പോൾ ചില പ്രത്യേകമായ സന്ദർഭത്തിൽ വേണം നമ്മളത് നിർവഹിക്കേണ്ടത്. ചിലപ്പോൾ ചില സമയത്ത് അത് എന്താ ചെയ്യില്ല, വിപരീത ഫലം ഉണ്ടാകും. ഇപ്പൊ ആളുകൾ വിശന്ന് ഇരിക്കുന്ന സമയത്തിൽ ഒരു കല്യാണ ഖുതുബ ഉണ്ടല്ലോ, വിവാഹ ഖുതുബ, അതൊരല്പം നേരം വൈകി ഒരു സമയം ക്രമീകരിച്ചു പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. ആ സമയത്ത് അത് ഇന്ന സമയത്ത് കൃത്യമായി തുടങ്ങി കൃത്യമായി അവസാനിപ്പിച്ച് അത് പിന്നെ ആ ആഹാര നേരമാകുമ്പോൾ അതിലേക്ക് ആളുകളെ എത്തിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയം ഇത് കുറേ നേരം വൈകി തുടങ്ങുകയും പിന്നെ അവിടെ ഒരു ഖുതുബ കൊണ്ട് വരികയും അത് തന്നെ കുറേ അങ്ങ് നീട്ടി കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ അത് പ്രയോജനപ്പെടുകയില്ല, അത് വിപരീത ഫലമുണ്ടാകും. ആളുകൾ ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ, ആ ഒരു ചിന്തയിലേക്ക് മാറും, ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ന അവസ്ഥയിലേക്ക് മാറും. അപ്പൊ അതുകൊണ്ട് ഇന്ന ഫഅതി ദിക്റ, ഈ ഉത്ബോധനം പ്രയോജനപ്പെടുമെങ്കിൽ, ഫലം ചെയ്യുമെങ്കിൽ നീ ഉപദേശിക്കുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, സയദ്ദക്കറു മൻ യഖ്ശ,
അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ തീർച്ചയായും ആ ഉപദേശം സ്വീകരിക്കുന്നതാണ്. സയദ്ദക്കറു മൻ യഖ്ശാ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ ആ ഉപദേശം സ്വീകരിക്കുന്നതാണ്. ലോകത്ത് വന്ന പ്രവാചകന്മാർ, എത്രയോ പ്രവാചകന്മാർ, അവരുടെ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഓരോ അധ്യായങ്ങളിലും അവരുടെയൊക്കെ ചരിത്രങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. ഓരോ പ്രവാചകന്മാരുടെ ആ പ്രവാചകന്മാർ ഉപദേശകരായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഉപദേശം, തങ്ങളുടെ ജനങ്ങൾക്ക് ഉപദേശിക്കുക. അവർ കുടുംബമുള്ളവരായിരുന്നു, അവർ പച്ച മനുഷ്യരായിരുന്നു, നമ്മളെപ്പോലെയൊക്കെ ജീവിച്ചവരായിരുന്നു, അവർക്ക് കുടുംബമുണ്ടായിരുന്നു. എന്നാൽ അവർ ഈ കാര്യത്തിൽ അത് കൃത്യമായി നിർവഹിച്ചിരുന്നു. ഈ കാര്യം, ഈ ഉപദേശം എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട കാര്യം അവരവരുടെ ജീവിതത്തിൽ ഭംഗിയായി നിർവഹിച്ചിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരിക. പ്രവാചകന്മാർ അഖിലവും, അനേകം പ്രവാചകന്മാർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയാം. അതേപോലെ തന്നെ ലൂത്ത് നബിയുടെ ചരിത്രം നമുക്കറിയാം. ആദി ജനതയിലേക്ക് വന്ന ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം, അതേപോലെ സ്വാലിഹ് നബിയുടെ ചരിത്രം, സമൂദ് ഗോത്രത്തിലേക്ക് വന്ന സ്വാലിഹ് നബിയുടെ ചരിത്രം, ആ ചരിത്രങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അവരുടെ ആ ഉപദേശങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. സൂറത്തുൽ അഅറാഫിൽ കാണാം, وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون قال الملأ الذين كفروا من قومه إنا لنراك في سفاهة وإنا لنظنك من الكاذبين قال يا قوم ليس بي سفاهة ولكني رسول من رب العالمين أبلغكم رسالات ربي وأنا لكم ناصح أمين. അവിടെ പറയുകയാണ്, ആ പ്രവാചകൻ അവരോട് പറയുകയാണ്. എന്താ പറയുന്നത്? വൈല ആദിൻ അഖാഹു ഹൂദ, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ആ സമൂഹത്തിലേക്ക് പറഞ്ഞു വിട്ടു അള്ളാഹു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഖാല യാ ഖൗം, എൻ്റെ സമൂഹമേ, ജനങ്ങളെ, ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കണേ. ആ പറയുന്നതിലൊക്കെ ആ ഒരു പ്രത്യേകമായ അവരുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ സൗമനസ്യവും സൗമ്യതയും വിനയവും എല്ലാം ചേർന്നുകൊണ്ടാണ് അവർ പറയുന്നത്. ഇതെല്ലാം ചേർന്നിട്ടാണ് അവർ പറയുന്നത്. നല്ല രീതിയിലാണ് അവരോട് അഭിസംബോധന ചെയ്യുന്നത്. യാ ഖൗം ഇഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അപ്പോ ഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമിഹി, അപ്പൊ അവിടെ കുറെ വലിയ ആളുകൾ, ചമയുന്ന ആളുകൾ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നു, നമ്മുടെ പ്രധാനികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേതാക്കന്മാർ, അവർക്കിടയിൽ ഈ കൗമിനെ പറ്റിക്കുന്ന കുറെ എണ്ണം അവിടെയുമുണ്ട്, എന്നുമുണ്ട് ചരിത്രത്തിൽ. ഈ സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന വർഗം, വിഭാഗം എന്നുമുണ്ട്. നമ്മളിപ്പോൾ കാണുന്നില്ലേ ഓരോ സ്വർണ്ണപ്പാളിയും അതും ഇതൊക്കെ ഇതിൽപ്പെട്ടതാണ്. ഇങ്ങനെ പറ്റിക്കുന്ന, ഈ സാധാരണക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന, അങ്ങനെ കൊള്ളയടിക്കുന്ന ഒരു വർഗം ഈ ഭൂമിയിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ആദി നബിയുടെ, ഹൂദ് നബിയുടെ ചരിത്രം പറയുമ്പോഴും ഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമിഹി ഇന്നാ ലനറാക ഫീ സഫാഹത്തിൻ, അവർ പറയാണ്, നിന്നെ ഞങ്ങൾ ഒരു വിഡ്ഢിയായിട്ടാണ് കാണുന്നത്, പോയത്തക്കാരൻ, ഒരു പരമവിഡ്ഢിയായിട്ടാണ് ഞങ്ങൾ നിന്നെ കാണുന്നത്. നീ അങ്ങനെ വലിയ ആളൊന്നും ആവേണ്ടതില്ല. വഇന്നാ ലനദുന്നുക മിനൽ കാദിബീൻ, വ്യാജം പറയുന്ന, കള്ളം പറയുന്നവനായിട്ടാണ് ഞങ്ങൾ നിന്നെ വിചാരിക്കുന്നത്. ആ നേതാക്കന്മാരെ പറയുക, നേതാക്കന്മാർ പറഞ്ഞ് എന്ത് ചെയ്യുക, ഇവരെ അകറ്റുകയാണോ, ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുകയാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി ഖാല യാ ഖൗമി ലൈസ ബി സഫാഹത്തുൻ, എന്റെ ജനങ്ങളെ, എനിക്കൊരു വിഡ്ഢിത്തവുമില്ല, ഞാനൊരു വിഡ്ഢിയല്ല, എനിക്ക് വിഡ്ഢിത്തമൊന്നുമല്ല, എനിക്ക് അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടൊന്നുമല്ല, ഞാനൊരു വിഡ്ഢിത്തം പറയുന്ന ആളല്ല. വലാകിന്നീ റസൂലും മിർ റബ്ബിൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു റസൂലാണ്, ദൂതനാണ്. ഉബല്ലിഉക്കും, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്, റിസാലാത്തി റബ്ബി, എന്റെ റബ്ബിൽ നിന്നുള്ള എന്റെ ദൗത്യം, റബ്ബ് എന്നെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾക്കിതാ ഞാൻ എത്തിച്ചു തരികയാണ്. വനലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് നാസിഹൻ അമീൻ, വിശ്വസ്തനായ ഗുണകാംക്ഷിയുള്ള ഒരു ഉപദേശകനാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കുക, എത്ര വിനയത്തോടു കൂടി നല്ല രീതിയിലാണ് ആ സമൂഹത്തോട് അദ്ദേഹം സംവദിക്കുന്നത്, സ്നേഹത്തോടു കൂടിയാ വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക, ഞാൻ വിഡ്ഢിയൊന്നുമല്ലേ, എനിക്കൊരു സത്യം വന്നു കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു, ഇത്രേ ഉള്ളൂ, എത്തിച്ചു തരുന്നു, വേണമെങ്കിൽ സ്വീകരിക്കാം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സ്വീകരിച്ചാൽ മതി. വാനലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഗുണകാംക്ഷി ഉള്ള ആളാണ് എന്ന് പറയുകയാണ്. അപ്പൊ നോക്കുക, അതേപോലെ തന്നെ സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഖുർആൻ അത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സ്വാലിഹ് നബിയുടെ ജനത അവർ എന്ത് ചെയ്തു? അദ്ദേഹത്തെ ധിക്കരിച്ചു. അള്ളാഹു ഒരു പരീക്ഷണമായിക്കൊണ്ട് ഒരു ഒട്ടകത്തെ അവർക്ക് നൽകി, അതിനെ അവർ അറുത്തു കൊന്നു. അപ്പോഴാണ് അള്ളാഹുവിന്റെ കോപം അവരിലേക്ക് വരികയാണ്, ശിക്ഷ വരികയാണ്. അപ്പോഴതാ അവരെ ഒരു ഘോര ശബ്ദം അവരെ പിടികൂടി. നേരം വെളുത്തപ്പോൾ, നേരം പുലർന്നപ്പോൾ അവരവരുടെ വീടുകളിൽ കമഴ്ന്നു വീണപ്പെട്ടവരായി നിലയിൽ അവരങ്ങനെ മരണപ്പെട്ടു പോയി. കമഴ്ന്നു വീഴുന്ന അവസ്ഥയിൽ അവരെല്ലാവരും ആ കൗമിനെ അള്ളാഹു തുടർന്ന് നശിപ്പിക്കുകയാണ്. ഫതവല്ല അൻഹും, എന്നിട്ട് അദ്ദേഹം അവരിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് വഖാല പറയുകയാണ്, യാ ഖൗമി, എന്റെ സമൂഹമേ, ലഖദ് അബ്ലഗ്തുകും റിസാലത റബ്ബി, തീർച്ചയായും എന്റെ റബ്ബിന്റെ ദൗത്യം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നു. എന്റെ റബ്ബിൽ നിന്നുള്ള ദൗത്യം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരുന്നു. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ പിന്മാറിക്കളഞ്ഞു. വനസഹതു ലക്കും, നിങ്ങളെ ഞാൻ ഉപദേശിക്കുകയും ചെയ്തു. അവിടെ നസീഹത്ത് പറയുകയാണ്, എടുത്തു പറയുകയാണ്. ആ നസീഹത്തോടുകൂടി അദ്ദേഹം ഉപദേശിച്ചു ആ ജനങ്ങളെ. അവർ വിട്ടുമാറി പോയില്ല. അദ്ദേഹം അവരെ പരമാവധി അദ്ദേഹം ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാവിധത്തിലുള്ള ഉപദേശ പരിശ്രമങ്ങൾ അദ്ദേഹം നിർവഹിക്കുകയാണ്. ഒരു തളർച്ചയില്ല, തളരാതെ, മടിയില്ലാതെ ആ ജനതയോടുള്ള സ്നേഹം, അങ്ങേയറ്റത്തെ സ്നേഹം നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം ആ കാര്യം, അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം, ആ ദൗത്യം ആ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. വനസഹതു ലക്കും, നിങ്ങളെ നാം ഉപദേശിക്കുകയും ചെയ്തു. വലാകിൻ ലാ തുഹിബ്ബൂനൻ നാസിഹീൻ, എന്നാൽ നിങ്ങളോ ഉപദേഷ്ടാക്കളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും ഉപദേഷ്ടാക്കളെ ഉപദേശിക്കുന്നവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെയൊക്കെ മനസ്സെന്താ ഇപ്പം ആ ഒരു അവസ്ഥയിലേക്കൊക്കെ മാറി മാറി വരികയാണ്. അങ്ങനെയുള്ളൊരു മാനസികമായ അവസ്ഥയിലേക്കാണ് നമ്മളുമൊക്കെ നീങ്ങിപ്പോകുന്നത്. ഉപദേശിക്കുന്നവരെ ഇഷ്ടമല്ല. അള്ളാഹു നശിപ്പിക്കുകയാണ് ആ സമൂഹത്തെ. ഇതുപോലെ അള്ളാഹു എന്ത് ചെയ്യും? ഈ സമൂഹത്തെ ഒക്കെ വലിയ ഘോര ശബ്ദത്തോടു കൂടി എന്ത് ചെയ്യാണ്? നശിപ്പിച്ചു കളഞ്ഞു. നമുക്ക് എന്ത് ബലായാണ് ഇറങ്ങാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇത് ആരെങ്കിലുമൊക്കെ ഇത് നിർവഹിച്ചു കൊണ്ടിരിക്കണം. ഈ ഒരു പ്രവർത്തനം നമ്മുടെ നാട്ടിൽ മുടങ്ങാതെ, നിലച്ചു പോകാതെ പരസ്പരം ഉപദേശിക്കണം. നാലാൾ കൂടുമ്പോൾ
അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്കും നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. അതാണിത് പറയുന്നത്. അപ്പോ ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ, ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രവാചകന്മാർ നിർവഹിച്ചിരുന്നത്. എല്ലാ പ്രവാചകന്മാരും ഈ ഒരു അവസ്ഥയിൽ ഉള്ളവരായിരുന്നു. ഇങ്ങനെ നല്ല രീതിയിൽ ജനങ്ങളെ ഉപദേശിക്കുന്നവരായിരുന്നു. ഒരു മടുപ്പും ഒരു തളർച്ചയും അതേപോലെ തന്നെ ഒരു വിധത്തിലുള്ള ഇവരൊക്കെ ചെന്നപ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുകയല്ലല്ലോ ചെയ്തത്. ഒരുപാട് എതിർപ്പും കഷ്ടതകളും പീഡനങ്ങളും ഊരുവിലക്കുകളും പട്ടിണി കിട്ടു കൊല്ലാനും എല്ലാം നോക്കി ആ ഒരു അവസ്ഥയിൽ അവർ ആ ഒരു പോരാട്ടം, ആ ഒരു ദൗത്യം അവർ തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, സൂറത്തു യാസീൻ ഒക്കെ പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ. സൂറത്ത് യാസീനിൽ ഒരു സംഭവം ഖുർആനിൽ പറഞ്ഞു തരുന്ന ഒരാളുടെ സാഹിബു യാസീൻ എന്ന് പറയുന്ന ഒരു യാസീനിൽ പറയുന്ന ഒരു മനുഷ്യന്റെ കഥ എന്താണ്? ആദ്യം അള്ളാഹു ഒരു ജനങ്ങളിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചു. ആ പ്രവാചകനെ അവർ തള്ളിക്കളഞ്ഞു. രണ്ടാമത് വീണ്ടും അയച്ചു, മൂന്നാമതും അയച്ചു. എന്നിട്ടൊക്കെ ആ ജനങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായില്ല. വെല്ലുവിളിക്കലും ഭീഷണിപ്പെടുത്തലും ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് ഒരു മനുഷ്യൻ പട്ടണത്തിന്റെ അങ്ങേ തലക്കൽ നിന്ന് ഓടി വന്നിട്ട് പറയുന്ന രംഗം സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 20 മുതൽ 27 വരെയുള്ള ആയത്തുകളിൽ ആ കാര്യമാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഇത് വല്ലതും മനസ്സിലാകുമോ? ഈ ചരിത്രം ഖുർആൻ ഓതിപ്പോകുന്നതല്ലാതെ ചരിത്രവുമായിട്ട് വല്ല ബന്ധവും നമുക്കുണ്ടോ? ഇല്ല എന്നുള്ളത്. അപ്പോ ഈ മനുഷ്യൻ أتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. ഇതാണ് ആ ചരിത്രം പറയുന്നത്, ആ സംഭവം പറയുക. ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇങ്ങ് വന്നിട്ട് ആ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ സ്നേഹത്തിൽ നല്ല നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ ആളുകളെ നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? നിങ്ങൾക്ക് അവർ പറയുന്ന അവരാരാണ്, അവർ പറയുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? എന്താണ് അവർ പറയുന്നത്? യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, ഇതുവരെ നിങ്ങൾക്ക് പിൻപറ്റിക്കൂടെ? ഇത്തബിഉ മൻ ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. നിങ്ങളോടൊന്നും അവർ ചോദിക്കുന്നില്ലല്ലോ, ഒരു പ്രതിഫലവും നിങ്ങളോട് അവർ ചോദിക്കുന്നില്ലല്ലോ. എന്ന് മാത്രമല്ല, അവരോ വഹും മുഹ്തദൂൻ, അവർ സന്മാർഗികളല്ലേ, നല്ലവരല്ലേ? നിങ്ങൾക്കറിയാമല്ലോ അവരുടെ ജീവിതം, നിങ്ങളുടെ മുമ്പിൽ അവരുടെ ജീവിതം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. സന്മാർഗികളല്ലേ, നല്ലവരല്ലേ? പിന്നെ എന്താണ് നിങ്ങൾ സ്വീകരിക്കാത്തത് എന്ന് ചോദിക്കാൻ. എന്നിട്ട് അദ്ദേഹം പറയാൻ, എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവനെ ഞാൻ ആരാധന ചെയ്യാതിരിക്കാൻ എനിക്ക് എന്താണ് തടസ്സം? എന്നെ സൃഷ്ടിച്ച എന്റെ രക്ഷിതാവിനെ ആരാധിക്കാൻ എനിക്ക് എന്താ തടസ്സം? നമുക്ക് എന്താ തടസ്സം? നമ്മളെ സൃഷ്ടിച്ചവനല്ലേ ഈ റബ്ബ്, അള്ളാഹു അല്ലേ നമ്മളെ സൃഷ്ടിച്ചത്, അവനെ ആരാധിക്കണമെന്നല്ലേ അവർ പറയുന്നത്. അതിനെന്താണ് ഇത്ര പ്രയാസം നിങ്ങൾക്ക് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. മാത്രമല്ല വഇലൈഹി തുർജഊൻ, അവനിലേക്ക് നമ്മൾ പോവണ്ടേ? ഒരു ദിവസം നമ്മൾ മരിച്ചു പോവില്ലേ? മരിച്ചു പോയാലുള്ള അവസ്ഥ എന്താണ് നമ്മുടെ അവസ്ഥ? ഇതൊക്കെ അങ്ങനെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും പറയാണ്, അത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ ഇൻ യുരിദിനി റഹ്മാനു ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. അത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ,
അള്ളാഹുവിന് പുറമെ ഞാൻ ഒരു ഇലാഹിനെ സ്വീകരിക്കുകയോ, ഈ ഒരു ദിന് റഹ്മാൻ ബിന്നുരിൻ, പരമകാരുണികൻ എനിക്ക് വല്ല ഉപദ്രവവും ഉദ്ദേശിച്ചാൽ ലാ തുഗ്നി അന്നി ശഫാഅത്തുഹും ഷൈഅൻ, അവരുടെ ശുപാർശ എനിക്ക് ഒട്ടും ഉപകരിക്കുകയില്ല. ഈ പറയുന്ന ആളുകൾ സഹായിക്കും, രക്ഷിക്കും. അള്ളാഹു ഒരു കാര്യം, ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം അള്ളാഹു നമുക്ക് വെച്ചാൽ പിന്നെ അള്ളാഹിനെ കൊണ്ടല്ലേ മാറുകയുള്ളൂ. ഇവരെ കൊണ്ടാണോ മാറുക? ഈ ആരാധ്യ വസ്തുക്കളെ കൊണ്ടാണോ മാറുക എന്ന് ചോദിക്കുകയാണ്. വലാ യുൻഖിദൂൻ, അവർ നമ്മളെ രക്ഷിക്കുമോ, രക്ഷിക്കാൻ വരുമോ? ഒരിക്കലുമില്ല. ഇന്നി ഇദൻ ലഫീ ളലാലി മുബീൻ, അങ്ങനെയാണെങ്കിൽ ഈ അള്ളാഹ്ക്ക് പുറമേയുള്ള ഈ വക ആരാധ്യന്മാരെ സ്വീകരിക്കുകയാണെങ്കിൽ ഇനി എന്താണ്? ഇന്നി ഇദൻ ലഫീ ളലാലി മുബീൻ, വ്യക്തമായ വഴികേടിലാണ് ഞാൻ ആയിപ്പോകും. ഇന്നി ആമൻതു ബിറബ്ബിക്കും ഫസ്മഊൻ, അതുകൊണ്ട് ഞാനിതാ എന്റെ റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ഇന്നി ആമൻതു ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ആ ജനങ്ങളോട് പറയുക, എന്തെല്ലാം പറഞ്ഞു? നിങ്ങൾ സൃഷ്ടിച്ച ആ റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എനിക്ക് എന്താണ് തടസ്സം? നമുക്ക് എന്താണോ തടസ്സം എന്ന് ആ ജനങ്ങളോട് ചോദിക്കുക. എന്നിട്ട് പറയുകയാണ്, ഇന്നി ആമൻതു ബിറബ്ബിക്കും, ഞാനിതാ നിങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫസ്മഊൻ, അതുകൊണ്ട് കേൾക്ക്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് സഹോദര. നമ്മൾ പറയത്തില്ലേ, ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദര ഒന്ന് കേൾക്കൂ, സഹോദരങ്ങളെ ഒന്ന് കേൾക്കൂ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഫസ്മഊൻ, ചെവി കൊടുത്ത് കേൾക്കൂ എന്ന് പറയുകയാണ്. എന്ത് ചെയ്തു ഈ ആളുകൾ? ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു. ഈ നല്ലൊരു മനുഷ്യനെ കൊന്നുകളഞ്ഞു അവർ. എന്നിട്ടോ ആ സമയത്ത് പോലും, ആ സന്ദർഭത്തിൽ പോലും, ആ മരിച്ച ആ നിമിഷത്തിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഖീല ദുഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത, മലക്കുകൾ അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ആ മനുഷ്യന് സന്തോഷ വാർത്ത കൊടുക്കുകയാണ്. ഖീല ദുഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചുകൊള്ളാൻ. അപ്പോ ആ മനുഷ്യൻ പറയുന്ന ആ മനുഷ്യൻ പറയാണ്, യാ ലൈത ഖൗമി യഅലമൂൻ, എന്റെ ഖൗമ ഈ കാര്യം ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ, ഈ പറയുന്ന ഈ എനിക്ക് ഉണ്ടായ ഈ അനുഭവം, ഏതാ എന്റെ റബ്ബ് എന്നെ സ്വർഗത്തിൽ പ്രവേശിച്ച കാര്യം എന്റെ ജനത അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്കും സ്വർഗം നേടാമായിരുന്നല്ലോ, അവരും ഈ ഞാൻ പറയുന്നത് അവർ ഉൾക്കൊള്ളുമായിരുന്നല്ലോ, അവരൊന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ എന്ന് ആ മനുഷ്യൻ പറയുകയാണ്. ഖീല ദുഖുലുൽ ജന്ന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരികയും വജഅലനി മിനൽ മുക്രമീൻ, അവൻ എന്നെ ആദരണീയരുടെ കൂട്ടത്തിൽ അവൻ എന്നെ പെടുത്തുകയും ചെയ്ത കാര്യം, ഈ ഖൗമ്, എൻ്റെ ഈ ഖൗമ്, എന്നെ കൊന്നുകളഞ്ഞ ഈ ഖൗമ് ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ. സഹോദരങ്ങൾ നോക്കൂ, സാഹിബ് യാസീനിന്റെ ചരിത്രമാണ്. നമ്മളൊക്കെ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം. അപ്പോൾ ഈ ഒരു മാനസിക അവസ്ഥയായിരിക്കണം നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നമ്മളുടെ ചുറ്റുപാടും ജീവിച്ചിരിക്കുന്നവരോട്, ഇതറിയാത്തവരോട്, ഈ സത്യം മനസ്സിലാക്കാത്തവരോട് റബ്ബിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, എന്താണ് അതിന്റെ കാരണം എന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി. അല്ലെങ്കിലോ നരകത്തിലല്ലേ സഹോദരങ്ങളെ? എന്താ നിസ്സാരമാണോ നരകം? നമ്മൾ നരകത്തിന്റെ കാര്യം കേട്ടില്ലേ കഴിഞ്ഞ ഖുത്ബയിലൊക്കെ? നരകത്തിന്റെ ഭയാനകത, ഭീകരത എത്രയാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയില്ലേ? ആ നരകത്തിലേക്കല്ലേ ഈ പോകുന്നത് ഈ ആളുകൾ പോയി വീഴേണ്ടത്? രക്ഷിക്കാൻ കഴിയുമോ നമുക്ക്? അപ്പൊ അതുകൊണ്ട് പരസ്പരം ഉപദേശിക്കാൻ നിർത്താൻ പാടില്ല. അതെങ്ങനെ ആളുകൾക്ക് അത് നിരന്തരം അത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, പറഞ്ഞു കൊടുക്കണം, മാറ്റണം, മാറാതിരിക്കില്ല. നമ്മൾ വിചാരിക്കാത്ത എത്രയോ ആളുകൾക്ക് മാറ്റമുണ്ടായി. പ്രവാചകന്റെ അടുക്കൽ തന്നെ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം സാക്ഷിയാണ്. ഒരിക്കലും ഖത്താബിന്റെ കഴുത മുസ്ലിമായാലും ഉമർ ഒരിക്കലും മുസ്ലിമാവുകയില്ല എന്ന്, അതേപോലെ തന്നെ ലോകം എഴുതിത്തള്ളിയ ഒരു വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് മാറ്റമുണ്ടായില്ലേ? മാറ്റമുണ്ടായി.
ചെറിയ ചെറിയ ഒരു വഴി തുറന്നു കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ആ ഒരു വെളിച്ചം തീർച്ചയായും അവർക്കൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരസ്പരം ഉപദേശിക്കണം. മക്കളോട് ഉപദേശിക്കണം, ഭാര്യയോട് ഉപദേശിക്കണം, പരസ്പരം ഉപദേശിക്കണം, ഭാര്യ ഭർത്താവിനോട് ഉപദേശിക്കണം. അതേപോലെ തന്നെ നമ്മുടെ മക്കളോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമ്മുടെ കൂട്ടുകാരോട്, സ്നേഹിതന്മാരോട് പറഞ്ഞു പരസ്പരം പറയണം, ഹക്ക് പറയണം. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. അല്ലേ, നമ്മൾ പറയാം എന്താണ്, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വതവാസൗ ബിൽ ഹഖ്, സത്യം പരസ്പരം പറഞ്ഞവരും ഒഴികെ. എല്ലാ മനുഷ്യരെയും അള്ളാഹു എടുത്തു പറഞ്ഞിട്ട് 4 കൂട്ടരെ അള്ളാഹു വേർപ്പെടുത്തി പറയുകയാണ്, ഒഴിവാക്കി പറയുകയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത് നിർവഹിക്കണം. അത് നമുക്ക് അത് ഫലം ചെയ്യും, മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടും. അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ഉപദേശം കൃത്യമായി നൽകുന്ന, ഉപദേശിക്കുന്ന യഥാർത്ഥ നസീഹത്ത് ഉള്ള ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين وصلى الله على نبي المرسلين وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഉപദേശിക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ആത്മാർത്ഥതയും അതേപോലെ ഉപദേശിക്കുന്നവരോട് അനുകമ്പയും ഒക്കെ വേണം. ആ പറയുമ്പോൾ നമുക്ക് ആത്മാർത്ഥത, നമ്മളോട് സ്വന്തത്തോട് ആത്മാർത്ഥത ഉണ്ടാവണം. അത് വേറെ എന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടി ആയിരിക്കാൻ പാടില്ല. മറിച്ച് വളരെ നിഷ്കളങ്കതയോടുകൂടി തന്നെ ആയിരിക്കണം നമ്മളത് മറ്റുള്ളവനോട് പറയേണ്ടത്. അല്ലാതെ എൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ അതിനൊരു എന്ത് ചെയ്യില്ല, അതിനൊരു പ്രയോജനം ചെയ്യില്ല, ഫലം ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അത് രഹസ്യമായിട്ട് ചെയ്യണം. ചിലരെയൊക്കെ ഉപദേശിക്കുമ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ പരസ്യമായിട്ട് സദസ്സിനോട് പറയേണ്ട ഉപദേശങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ വ്യക്തികളോട് വ്യക്തിപരമായി പറയേണ്ട കാര്യങ്ങളുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചല്ല അത് പറയേണ്ടത്, അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് സമൂഹത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ആരും കാണാതെ രഹസ്യമായിട്ട് എന്ത് വേണം, പറഞ്ഞു കൊടുക്കണം. അത് സഹോദര, ഇന്ന കാര്യങ്ങളുണ്ടല്ലോ. അതിനെക്കുറിച്ച് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുകയാണ്. അദ്ദേഹത്തിന്റെ കവിതയിൽ ഇപ്രകാരം കാണാം: ഞാൻ സ്വന്തമായിരിക്കുമ്പോൾ നീ എന്നെ ഉപദേശിക്കുക, സംഘത്തിലായിരിക്കുമ്പോഴുള്ള ഉപദേശത്തിൽ നിന്ന് എന്നെ നീ ഒഴിവാക്കുകയും ചെയ്യുക. ഞാൻ സ്വന്തമായിരിക്കുമ്പോൾ നീ എന്നെ ഉപദേശിക്കുക, സംഘത്തിലായിരിക്കുമ്പോൾ എന്നെ ഉപദേശിക്കുന്നതിൽ നിന്ന് എന്നെ നീ ഒഴിവാക്കുകയും ചെയ്യുക എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. എന്താണ്? ജനങ്ങൾക്കിടയിലായിരിക്കെയുള്ള ഉപദേശം അതൊരു തരം ആക്ഷേപമാണ്. ജനങ്ങൾക്കിടയിൽ വെച്ച് ഒരാളോട് അത് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അത് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, ഉപദേശിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇമാം ഇബ്നു ഹസം റഹ്മഹുല്ലാ പറയുന്നു, നീ ഉപദേശിക്കുകയാണെങ്കിൽ രഹസ്യമായി ചെയ്യുക, അതേപോലെ വ്യംഗ്യ രൂപത്തിലാക്കാനും ശ്രദ്ധിക്കുക. നമ്മൾ ഒരാളോട് പറയുമ്പോൾ അത് നേരിട്ട് അല്ലാത്ത രീതിയിൽ ഇദ്ദേഹത്തല്ല എന്നാൽ അദ്ദേഹത്തിന് അത് മനസ്സിലാകുകയും വേണം. ആ രീതിയിൽ അദ്ദേഹത്തോട് നമ്മൾ വ്യംഗ്യ രൂപത്തിൽ പറഞ്ഞു കൊടുക്കണം, ശ്രദ്ധിക്കണം. ഈ രൂപത്തിൽ ഉൾക്കൊള്ളാനായിട്ടില്ലെങ്കിൽ മാത്രം വ്യക്തതയോടുകൂടി ഉപദേശിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, രഹസ്യമായിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഉപദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ
പലപ്പോഴും മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ പറയാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മെ എല്ലാവരെയും